അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വർത്തമാന പത്രങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് വർത്തമാന പത്രങ്ങളിൽ എന്തായിരിക്കും? ട്രോളി ആയിരിക്കും. ട്രോളി മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമുണ്ട്. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലേ? നമ്മുടെ നീല ട്രോളി വല്ലതും ആണോ? നമുക്കെന്തായാലും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും വർത്തമാന പത്രങ്ങളിലെ വിശേഷങ്ങളിലേക്കും ഒന്ന് പോയി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നത്തെ വർക്കിംഗ് ഡേയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായിരിക്കുമെന്ന് എനിക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവും. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. രാവിലെ ഓട്ടപ്പൊരിച്ചിലായിരിക്കുമല്ലോ നമ്മുടെ വീടുകളിലെല്ലാം. ചിലരെങ്കിലും എക്സസൈസ് ചെയ്യാൻ വേണ്ടി, യോഗ ചെയ്യാൻ വേണ്ടി TV ഒക്കെ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് എല്ലാ വാർത്തകളും സമഗ്രമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമേരിക്കൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി തന്നെ കൊടുത്തിരിക്കുന്നത്. ട്രംഭവം എന്നാണ് മനോരമയുടെ ടൈറ്റിൽ. ട്രംഭവം എന്നാണ്. ട്രംപ് ഒരു അനുഭവമാണ് എന്നുള്ളതാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ട്രംഭവം എന്നുള്ളതാണ്. ഈ നൂറ്റാണ്ടിൽ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്ത ടൈമിൽ പുള്ളി മത്സരിക്കുമ്പോൾ അയാളെ ഒഴിവാക്കുക, അയാളെ ഉപേക്ഷിക്കുക, അയാളെ റിജക്റ്റ് ചെയ്യുക. അങ്ങനെ തിരസ്കരിച്ചതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ തിരിച്ചു കൊണ്ടുവന്നത് ചരിത്രത്തിൽ അപൂർവതയായി മാറി. US ചരിത്ര സംഭവമായി ട്രംപിന്റെ തിരിച്ചുവരവ് എന്നാണ് പത്രം വിശേഷിപ്പിക്കുന്നത്. ട്രംപമ്പോ എന്നാണ്. തിരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിച്ച ശേഷം ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലാനിയും ഫ്ലോറിഡയിലെ റാലിയിൽ എത്തിയ ചിത്രമാണ്, റോയിട്ടേഴ്സിന്റെ ചിത്രമാണ് മനോരമ പങ്കുവച്ചിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്ന 78 വയസ്സുകാരനായ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതൊരു ഊഴം കൂടി അമേരിക്കൻ വൈറ്റ് ഹൗസിലേക്ക് പരീക്ഷിക്കുകയാണ്. ആധികാരികം ട്രംപ് 2 എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. തന്ത്രപ്രധാനമായ 7 സംസ്ഥാനങ്ങളും ട്രംപ് തൂത്തുവാരി. സ്വിംഗ് സ്റ്റേറ്റ്, കഴിഞ്ഞ തവണ ഒരേ ഒരു സ്വിംഗ് സ്റ്റേറ്റ് മാത്രമാണ് ട്രംപിനോടൊപ്പം നിന്നത്, നോർത്ത് കരോലിന. ബാക്കിയുള്ള 7 സ്വിംഗ് സ്റ്റേറ്റുകളും, അത് ജോർജിയ ആവട്ടെ, പെൻസിൽവാനിയ ആവട്ടെ, മിഷിഗൺ ആവട്ടെ, വിസ്കോൺസിൻ ആവട്ടെ, അരിസോണ ആവട്ടെ, നോർത്ത് കരോലിന ആവട്ടെ, 7 എണ്ണവും ട്രംപിനോടൊപ്പം പോകുന്നു. നിലവിൽ ഡൊണാൾഡ് ട്രംപിന് 276 ഇലക്ട്രൽ കോളേജ് വോട്ടുകളും കമലാ ഹാരിസിന് 223 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുമാണ് കിട്ടിയത്. 270 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ കിട്ടുന്നയാളാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ആവുക. 276 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുണ്ട്. ഇനി ഈ ഇലക്ട്രൽ കോളേജിലെ വോട്ടുകൾ കിട്ടിയ ആളുകളുണ്ടല്ലോ, അവർ അടുത്ത ഡിസംബർ മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ച കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച, അങ്ങനെയാണ് അവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പിന്റെ രീതി. ആ ദിവസം ഒരുമിച്ച് ചേർന്ന് വോട്ട് രേഖപ്പെടുത്തും. അപ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും സംശയം ഉണ്ടാവും, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആ സമയത്ത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപിനല്ലാതെ കമലാ ഹാരിസിനെ മാറ്റിക്കുത്തിയാലോ? നമ്മുടെ നാട്ടിലേക്കുള്ളതുപോലെ കൂറുമാറ്റം ഏതെങ്കിലും കോടിക്കണക്കിന് രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾ കമലാ ഹാരിസിനെ മാറ്റിക്കുത്താനുള്ള സാധ്യതയുണ്ടോ? സാറേ, നമ്മുടെ നാട്ടിലുള്ള പരിപാടിയൊന്നും അവിടെ ഇല്ല. അങ്ങനെ കൂറുമാറ്റത്തിനുള്ള പ്രത്യേകതയുമില്ല. അതിനുള്ള അധികാരവും ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾക്കില്ല. അത് കേവലം ഒരു പേപ്പറിൻ്റെ വില മാത്രമേ ആ മനുഷ്യർക്കുള്ളൂ. കൃത്യമായി അത് രേഖപ്പെടുത്തിയിരിക്കണം. അങ്ങനെ രേഖപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അവരവിടെ എത്തിയാൽ അവരുടെ വോട്ടായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ 276 പേരാണ് ഡൊണാൾഡ് ട്രംപിനോടൊപ്പമുള്ളത്. 233 പേരാണ് കമലാ ഹാരിസിനോടൊപ്പമുള്ളത്. 4 വർഷം മുൻപത്തെ തോൽവിയുടെ കണക്ക് തീർത്ത് US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ്. ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് വിലയിരുത്തപ്പെട്ട 7 സംസ്ഥാനങ്ങളിൽ ഒന്നുപോലും വിട്ടുകൊടുക്കാതെയായിരുന്നു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിന്റെ മുന്നേറ്റം. വിജയത്തിന് 270 ഇലക്ട്രൽ വോട്ട് വേണമെന്നിരിക്കെ ട്രംപ് ഇതിനകം 276 ഇലക്ട്രൽ വോട്ടുകൾ നേടിക്കഴിഞ്ഞു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് ഒടുവിലത്തെ വിവരപ്രകാരം 223 ഇലക്ട്രൽ വോട്ടുകളേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമല്ല റിപ്പബ്ലിക്കന്റെ മിന്നും ജയം, സെനറ്റിലേക്കും മികച്ച പ്രകടനമാണ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കാഴ്ചവെച്ചത്. US സെനറ്റ്, ജനപ്രതിനിധി സഭ, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് എന്നിവിടങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളിലും റിപ്പബ്ലിക്കൻ പാർട്ടി മുന്നേറി. 100 അംഗ സെനറ്റിൽ റിപ്പബ്ലിക്കൻ പക്ഷത്തിന് 52 സീറ്റായി ഭൂരിപക്ഷം. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കനാണ്, അമേരിക്കൻ സെനറ്റിന് റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷം. സ്വാഭാവികമായും റിപ്പബ്ലിക്കിന്റെ തേരോട്ടമായിരിക്കും ഇനി വരുന്ന 4 വർഷം. സെനറ്റിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റ് എടുക്കുന്ന ഒരു തീരുമാനത്തെ സെനറ്റിന് വേണമെങ്കിൽ വീറ്റോ ചെയ്യാൻ പറ്റും. അതാണ് അമേരിക്കയിലെ രീതി. പക്ഷേ സെനറ്റിൽ റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷം ആയതുകൊണ്ട് ട്രംപിന് കൂടുതൽ ശക്തി ഉണ്ടാവുന്നു എന്നർത്ഥം. അപ്പോൾ ഒരു സൂപ്പർമാനായി മാറുകയാണ് ഡൊണാൾഡ് ട്രംപ് 2ാം ഊഴത്തിൽ. ഇന്ത്യയുടെ തിളക്കത്തെക്കുറിച്ച് കൂടി പത്രം പറയുന്നു. ജനപ്രതിനിധി സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജരായ ഡോക്ടർ അമി ബേര, പ്രമീള ജയപാൽ, രാജകൃഷ്ണമൂർത്തി, റോ ഖന്ന, ഡോക്ടർ ശ്രീ തനേഡർ, സുഹാസ് സുബ്രഹ്മണ്യൻ എല്ലാവരും ഡെമോക്രാറ്റിക് പാർട്ടിയിലാണ് എന്നിവർ വിജയം ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന് വലിയ റോളൊന്നും അമേരിക്കയിലെ കോൺഗ്രസിലില്ല. എന്ന് പറഞ്ഞാൽ സെനറ്റിനോളം ശക്തമല്ല ഇവിടുത്തെ ഇന്ത്യയിലെ ലോക്സഭ പോലെയുള്ള ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്. ഇതാണ് അമേരിക്കയിലെ ചിത്രം. US സെക്കൻഡ്
സെക്കൻഡ് ലേഡിയെ കുറിച്ച് കൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാൻസ് ആണ് വൈസ് പ്രസിഡന്റായിട്ട് വരിക, JD വാൻസ്. JD വാൻസിന്റെ ഭാര്യ ഉഷ വാൻസ് ഇന്ത്യക്കാരിയാണ്, ആന്ധ്രാക്കാരിയാണ്. അവർ തെലുങ്ക് സംസാരിക്കും. നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാര്യ ഉഷ ഇന്ത്യൻ വംശജയാണ് എന്നുകൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ വിജയത്തോടെ ഒരു ആദ്യ ഇന്ത്യൻ നേട്ടവും US സംഭവിച്ചു. US വൈസ് പ്രസിഡന്റിന്റെ ഭാര്യാപദത്തെ സൂചിപ്പിക്കുന്ന സെക്കൻഡ് ലേഡി വിശേഷണത്തിന് ഇന്ത്യൻ വംശജയായ ഉഷ ചിലുകുറി അർഹയായി. നിയുക്ത US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാര്യയാണ് ഉഷ. ആന്ധ്രയിലെ ചിലകുറി കുടുംബത്തിലെ രാധാകൃഷ്ണ ലക്ഷ്മി ദമ്പതികളുടെ മകളായ ഉഷ യേൽ ലോ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സഹപാഠിയായിരുന്ന JD വാൻസിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. JD വാൻസിന്റെ പ്രിയതമ അറിയപ്പെടുന്നത് സെക്കൻഡ് ലേഡി എന്നാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രിയതമ മെലാനിയ അറിയപ്പെടുന്നത് ഫസ്റ്റ് ലേഡി എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇതാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്ത. ഞാൻ മറ്റു പത്രങ്ങളിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ തലക്കെട്ട് മാത്രമൊന്ന് വായിച്ചു പോകാം. ചരിത്രമെഴുതി തിരിച്ചുവരവ്. മാധ്യമത്തിന്റെ തലക്കെട്ട് ട്രംപോളം എന്നാണ്. ട്രംപോളം എന്നാണ്. ഇനി അമേരിക്കയിൽ ട്രംപ് ഓളമായിരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആകെ US റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമ്പൂർണ്ണ ആധിപത്യം എന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ ട്രംപൻ ജയം എന്നാണ് പത്രത്തിലെ പ്രധാനപ്പെട്ട തലക്കെട്ട്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റാവും. സത്യപ്രതിജ്ഞ ജനുവരി 20 78 US പ്രസിഡന്റാകുന്ന ഏറ്റവും പ്രായം കൂടിയ ആൾ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. അധികാരമേൽക്കുമ്പോൾ 78 വയസ്സും 6 മാസവുമാവും. 130 വർഷത്തിനു ശേഷം തുടർച്ചയല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ്. ഗ്രോവർ ക്ലീവ്ലാൻഡ് ആണ് ട്രംപിന്റെ മുൻഗാമി. ഒരു ഇടവേളയ്ക്ക് ശേഷം, അതും ഇടവേളയിൽ മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ ട്രംപിനെ മാത്രം മനസ്സിലൊന്ന് വിചാരിക്കുക. എല്ലാം നഷ്ടപ്പെട്ട് 2020 അദ്ദേഹം കോൺഗ്രസിൽ കാട്ടിക്കൂട്ടിയതൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതാണ്. ക്യാപിറ്റൽ ടവറിൽ എന്താണ് അദ്ദേഹം ചെയ്തത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. തിരിച്ചുവരവ് ലോകമാരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ട്രംപിന്റെ തിരിച്ചുവരവ് ഏറ്റവും ആധികാരികമായാണ്. സെനറ്റിൽ പോലും സമ്പൂർണ്ണ ആധിപത്യം നേടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ട്രംപിന്റെയും തിരിച്ചുവരവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നി ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുമ്പോൾ ട്രംപിനെ ഒന്ന് ആലോചിക്കണം. ട്രംപ് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ നമുക്കാണോ തിരിച്ചു വരാൻ പറ്റാത്തത്? ട്രംപോളം ഉണ്ടാക്കാൻ ട്രംപിന് പറ്റിയാൽ നമുക്ക് ഇല്ലോളം ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊരു ആത്മവിശ്വാസമായിരിക്കുക. അമേരിക്കൻ ജനതയ്ക്കുള്ള അവിസ്മരണീയ ജയമാണെന്ന്. അത് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ നമ്മെ തുണയ്ക്കും. ശക്തവും ഭദ്രവും അഭിവൃദ്ധവുമായ അമേരിക്കയ്ക്കായി അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങൾക്കൊപ്പം പോരാടും. 78 വയസ്സുകാരനെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഞാൻ ഇനി വിശ്രമിക്കാൻ പോകുന്നതേ ഇല്ല എന്നാണ്. 70 വയസ്സ് കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള സമയമായി എന്ന് കരുതിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുത്തച്ഛന്മാരും അച്ഛന്മാരും ഒക്കെ ഒന്ന് അറിയാൻ. 78 വയസ്സുള്ള ഡൊണാൾഡ് ട്രംപ് അവിടെ ഒരു വലിയ തരംഗമായി മാറുകയാണ്. 70 വയസ്സ് കഴിഞ്ഞാലും ചിലതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമെന്നേ. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ട്രംപോളം എത്തിയില്ലെങ്കിലും ട്രംപിന്റെ ജീവിതാനുഭവങ്ങൾ, അതിന് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പോളിസികളോടൊക്കെ നമുക്ക് എതിർപ്പുണ്ട് പല കാര്യങ്ങളിലും. പക്ഷേ എങ്കിൽ പോലും ട്രംപിന്റെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്ക ട്രംപിന്റെ വഴിയെ എന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാം പ്രസിഡന്റ്. സെനറ്റിലും പ്രതിനിധി സഭയിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം. ഡെമോക്രാറ്റിക് വോട്ടുകൾ ഭിന്നിച്ചു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ചരിത്രം വഴിമാറി. 127 വർഷത്തിന് ശേഷം തുടർച്ചയായല്ലാതെ ഒരാൾ വീണ്ടും US പ്രസിഡന്റ് ആകുന്നു എന്ന പ്രത്യേകത ഇക്കുറിയുണ്ട്. 2016 ജയിച്ച ട്രംപ് 2020 ജോ ബൈഡനോട് പരാജയപ്പെട്ടിരുന്നു. 85-ലും 93-ലും 1885-ലും 1893-ലും പ്രസിഡന്റായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗ്രോവർ ക്ലീവ്ലാൻഡ് ആണ് ഇതിനു മുൻപ് ഇടവേളയ്ക്ക് ശേഷം പ്രസിഡന്റായത്. ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടും പ്രസിഡന്റ് പദത്തിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് ട്രംപ്. രഹസ്യബന്ധം പുറത്തു പറയാതിരിക്കാൻ നടിക്ക് പണം നൽകിയെന്ന കേസിലായിരുന്നു ശിക്ഷ. അതിനെ നമ്മൾ പറയുന്നത് ഹാഷ് മണി എന്നാണ്. ഒരു പോൺ സ്റ്റാറിന് ട്രംപ് പണം കൊടുത്തു. അത് വലിയ കേസായിട്ട് മാറുകയും ചെയ്തിരുന്നു. ദ ഹിന്ദു പത്രം ട്രംപിന്റെ വിജയത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന തലക്കെട്ട് ഡൊണാൾഡ് ട്രംപ് മേക്സ് ഹിസ്റ്റോറിക് കംബാക്ക്, വിൻസ് സെക്കൻഡ് ടേം. ചരിത്രപരമായി തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. സെക്കൻഡ് ടേം, 2ാം വട്ടം വിജയിച്ചിരിക്കുന്നു. റിപ്പബ്ലിക്കൻസ് റീച്ച് മെജോറിറ്റി ഇൻ സെനറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് 52 of 100 മെമ്പേഴ്സ്. 100 സീറ്റുകളിൽ 52 നേടി സെനറ്റിൽ സമഗ്രാധിപത്യം. 78-year-old Trump will be the oldest president to assume office. ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആയിരിക്കും 78-കാരനായ ഡൊണാൾഡ് ട്രംപ് എന്നും ദ ഹിന്ദു പത്രം പറയുന്നു. റിപ്പബ്ലിക്കൻ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ഇല്ലീഗൽ മൈഗ്രേഷൻ ഫൈൻഡ് സപ്പോർട്ട്. റിപ്പബ്ലിക്കന്റെ വലിയ പ്രചരണമായിരുന്നു. അവിടെ നിയമാനുസൃതമല്ലാതെ അനധികൃതമായി കുടിയേറ്റം നടത്തുന്ന മനുഷ്യരുണ്ടെന്നും അവരെ പ്രത്യേകം വേർതിരിക്കണം എന്നുമുള്ള അവരോടുള്ള ശക്തമായിട്ടുള്ള സമീപനമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തുണയായതെന്നുമാണ് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡൊണാൾഡ് ട്രംപിന്റെ വരവിൽ
കേരളത്തിലെ പത്രങ്ങളും ഒപ്പം ദേശീയ പത്രവും തലക്കെട്ടായും മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളായും നൽകിയിരിക്കുന്നത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ട്രോളി ബാഗിലെ വിശേഷങ്ങൾക്ക് കൂടി വരാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പത്രങ്ങളിലും ട്രോളി ബാഗും പാലക്കാട്ടെ പാതിരാ നാടകത്തിൻ്റെ വാർത്തയും വളരെ വിശദമായി തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ആ വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂടുകാപ്പിയും ചൂടുവാർത്തയുമായി കോഫി വിത്ത് അരുൺ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഒരു പ്രേക്ഷകൻ പറയുന്നു, ട്രോളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂര്യോധനം നിതീഷ്, ഗുഡ് മോർണിംഗ് അരുൺകുമാർ, എൻ്റെ നീല ട്രോളി ഇവിടെ തന്നെയുണ്ട്. ആരും കോടികളൊന്നും കൊണ്ട് വയ്ക്കാത്ത ട്രോളി പ്രവാസ ലോകത്തെ ഷെൽഫിന് മുകളിൽ തന്നെയുണ്ട് എന്ന് പറയുന്നു. നീല ട്രോളി കഴിഞ്ഞ ദിവസം മുതൽ ട്രോളായി മാറി എന്നുള്ളതാണ് വാസ്തവം. നീല ട്രോളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു. ആ കഥകളും ദൃശ്യങ്ങളും ഒക്കെ റിപ്പോർട്ടർ TV പുറത്തു വിട്ടിരുന്നതുമാണ്. ആ ട്രോളി കൊണ്ടുവരുന്നതും ട്രോളി കൊണ്ടുവയ്ക്കുന്നതും ഒക്കെ നമ്മൾ പുറത്തു വിട്ടു. പക്ഷേ ട്രോളിക്കുള്ളിൽ എന്ത് എന്നുള്ളതിന് നമുക്ക് വ്യക്തമല്ല. അത് ഇപ്പോൾ പറയുന്നതേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. തുണിയാണെന്ന് പറയുന്നു, പണമാണെന്ന് മറ്റുള്ളവർ ആരോപിക്കുന്നു. പക്ഷേ പണമാണോ തുണിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിലാണ് തെളിയേണ്ടത്. എങ്ങനെയാണ് ഈ നീല ട്രോളി സംഭവവും പാലക്കാട്ടെ പാതിരാ പരിശോധനയുടെ വിവരങ്ങളും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വേഗം ഒന്ന് നോക്കി വരാം. മാതൃഭൂമിയിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാതിരാ റെയ്ഡും ട്രോളി ബാഗും ഉലഞ്ഞ് പാലക്കാട് എന്ന തലക്കെട്ടിലാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി UDF അനധികൃതമായി പണം എത്തിച്ചെന്ന ആരോപണവും കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പാതിരാത്രി നടന്ന പോലീസ് റെയ്ഡും പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ആരംഭിച്ച റെയ്ഡിൽ കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എന്നിവരുടെ മുറികളിൽ വനിതാ പോലീസ് ഇല്ലാതെ പോലീസുകാർ കയറി പരിശോധന നടത്തിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഒന്നും കണ്ടെത്താനായില്ലെന്ന് നേതാക്കളുടെ ആവശ്യപ്രകാരം പോലീസ് എഴുതി നൽകി. KPM റീജൻസി ഹോട്ടലിലെ ബോർഡ് ഹാളിൽ നടന്ന കോൺഗ്രസ് യോഗത്തിനിടെ ഒരു മുറിയിൽ നിന്ന് ഇടനാഴി വരെയും തിരികെയും കൊണ്ടുവന്ന നീല ട്രോളി ബാഗാണ് സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചത്. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലെ വ്യാജ ID കാർഡ് കേസിലെ പ്രതി ഫെനി നൈനാൻ ബാഗിൽ പണം കൊണ്ടുവന്നു എന്നാണ് CPM-ഉം BJP-യും ആരോപിച്ചത്. 42 മുറികളുള്ള ഹോട്ടലിലെ 12 മുറികളിൽ പരിശോധന നടത്തിയെന്ന് പോലീസ് പിന്നീട് പറഞ്ഞു. പാലക്കാട് ടൗൺ സൗത്ത് CI അംജദ് ഖാൻ, ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പുലർച്ചെ 4 വരെ പരിശോധന. ഇവരിൽ ഒരാൾ മഫ്തിയിലായിരുന്നുവെന്നതും സംശയത്തിനിടയാക്കി. റിസപ്ഷനിൽ കോൺഗ്രസ് BJP CPM സംഘർഷാവസ്ഥയായി. ടൗൺ സൗത്ത് പോലീസ് ബുധനാഴ്ച ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു, ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തു. പാതിരാ നാടകം മുൻകൂട്ടി തയ്യാറാക്കി തിരക്കഥയെന്നാണ് UDF-ന്റെ ആരോപണം. തിരഞ്ഞെടുപ്പിനായി കള്ളപ്പണം എത്തിച്ചു എന്ന ആരോപണം BJP-യും CPM-ഉമാണ് ഉയർത്തിയത്. ആ നീല ട്രോളി ബാഗ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനത്തിൽ കാണിച്ചിരുന്നു. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി ദേശാഭിമാനിയിൽ കള്ളപ്പണ ബാഗ് എത്തിച്ചത് MP-മാരുടെ സാന്നിധ്യത്തിൽ എന്നാണ്. കള്ളപ്പണ ബാഗ് വിത്തിന് ഇൻവേർട്ടഡ് കോമയാണ്. അത് കള്ളപ്പണ ബാഗാണെന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല എന്നത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രോളി വന്ന വഴിയെക്കുറിച്ച് വിശദമായൊരു ടൈം ലൈൻ കൊടുത്തുകൊണ്ടാണ് ദേശാഭിമാനി ആദ്യ പേജിൽ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. ദേശാഭിമാനിയുടെ ചോദ്യങ്ങളാണ്. സ്വാഭാവികമായും CPM ഉയർത്തുന്ന ചോദ്യങ്ങളുമായിരിക്കും. ട്രോളി ബാഗ് കോൺഫറൻസ് ഹാളിൽ കൊണ്ടുവന്നത് എന്തിന്? അതിന് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ ചോദ്യവും മറുപടിയും ഞാൻ പറഞ്ഞു പോകാം. ദേശാഭിമാനിയുടെ ചോദ്യം, ട്രോളി ബാഗ് കോൺഫറൻസ് ഹാളിൽ കൊണ്ടുവന്നത് എന്തിന്? ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ജ്യോതികുമാർ ചമക്കാലയുടെയും മറുപടി, കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ യാത്രയ്ക്ക് വേണ്ടി കരുതിയിരുന്ന ഒരു സ്പെയർ ബാഗായിരുന്നു. ആ സ്പെയർ ബാഗിലെ വസ്ത്രം നേതാക്കളെ കാണിക്കാൻ വേണ്ടി 1 മിനിറ്റ് സമയത്തിൽ താഴെ മാത്രം എടുത്താണ് കോൺഫറൻസ് ഹാളിൽ കൊണ്ടുവന്ന് തിരികെ പോയത്. കോൺഫറൻസ് ഹാളിൽ ബാഗ് കൊണ്ടുവന്നത് കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ ഇടേണ്ട വസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയാണ്. ബാഗുമായി വന്നപ്പോൾ കോറിഡോറിൽ എല്ലാവരും അസ്വസ്ഥരായതെന്തിന്? ബാഗുമായി വരുമ്പോൾ കോറിഡോറിൽ ആരും അസ്വസ്ഥരാവുന്നതായി ചിത്രത്തിൽ കാണുന്നില്ല കേട്ടോ. വളരെ സമാധാനത്തോടു കൂടി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ നമ്മുടെ ജ്യോതികുമാർ ചമക്കാലയും മറ്റ് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളുമൊക്കെ നിൽക്കുന്നതാണ് കണ്ടത്. അസ്വസ്ഥതയൊന്നും അവരുടെ മുഖത്ത് പ്രകടമല്ല. താൻ പാലക്കാടില്ലെന്ന് മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞതിന് അതിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി, ആ സമയത്ത് അദ്ദേഹം കോഴിക്കോട് യാത്രവേളയിൽ ചില ചാനലുകളിൽ അദ്ദേഹം കണ്ടുവത്രേ റൂമിൽ പതുങ്ങിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നീല ട്രോളി ബാഗുമായി പുറത്തു വരൂ എന്ന തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കണ്ടു. അത് കണ്ടപ്പോഴാണ് കോഴിക്കോട്ട് നിന്നും ഞാൻ കോഴിക്കോട്ടാണ്, പാലക്കാടില്ല ചങ്ങാതി എന്ന് പറയാൻ വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ലൈവിട്ടത്. മറ്റു 2 ബാഗിൽ പുറത്തേക്ക് കൊണ്ടുപോയത് എന്താണ്? അത് തങ്ങളുടെ ഒപ്പം യാത്ര ചെയ്തവരുടെ വസ്ത്രം അടങ്ങിയ ബാഗാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. പോലീസ് പരിശോധനയ്ക്ക് വന്നപ്പോൾ അനുവദിക്കാതിരുന്നത് എന്തിനാണ്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ UDF-ന്റെ വേർഷൻ എന്ന് പറയുന്നത് വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ പരിശോധിക്കാവൂ എന്ന നിലപാടാണ് ഷാനിമോൾ ഉസ്മാൻ എടുത്തത്. പരിശോധന തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നാണ്. പക്ഷേ പരിശോധന തടസ്സപ്പെടുത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വനിതാ പോലീസുകാരെ തടഞ്ഞു വയ്ക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 42 മുറികളുള്ള KPM റീജൻസിയിൽ 12 മുറികളിൽ മാത്രമേ പരിശോധന
നടത്താൻ കഴിഞ്ഞുള്ളൂ. അതും വാസ്തവമാണ്. CCTV ദൃശ്യം വരുമെന്നുറപ്പായപ്പോൾ ഇതാണോ ബാഗ് എന്ന് പറഞ്ഞത് മുൻകൂർ ജാമ്യമാണ്. CCTV ദൃശ്യം വരുമെന്ന് ഉറപ്പായപ്പോൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തി ബാഗ് കാണിച്ചത് എന്നത് വാസ്തവമാണ്. കാര്യം രാവിലത്തെ ലൈവിലോ അതിനുശേഷമുള്ള നമ്മളോടുള്ള ബ്രീഫിങ്ങിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ നീല ട്രോളി ബാഗിനെ കുറിച്ച് പറയുന്നില്ല. EN സുരേഷ് ബാബു ഇങ്ങനൊരു നീല ട്രോളി ബാഗ് ഫെനീനേനൻ കൊണ്ടുവന്നു എന്ന് പത്രസമ്മേളനം നടത്തുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചൊരു പത്രസമ്മേളനം നടത്തി ഈ നീല ബാഗ് കാണിച്ചത്. ഫ്ളാറ്റിൽ താമസിക്കുന്നയാൾ കോൺഫറൻസ് ഹാളിൽ സ്ഥാനാർത്ഥിക്ക് വസ്ത്രം കൊണ്ടുവന്നത് എന്തിന്? ഫ്ളാറ്റിൽ താമസിക്കുന്നയാൾ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ കാന്തപുരത്തെ സന്ദർശിക്കാൻ പോകുമ്പോൾ വസ്ത്രം ഇത് മതിയോ എന്ന് ചോദിക്കാൻ കൊണ്ടുവന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഷ്യം. ഇതാണ് ചോദ്യവും നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങളും. രണ്ടു ഭാഗവും നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ഇനി മാധ്യമം പത്രത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ട്രോളി ബാഗിൽ എന്ത്? പാതിരാ പരിശോധനയ്ക്കൊടുവിൽ കയ്യാങ്കളി, വെറും കൈയോടെ മടങ്ങി പോലീസ്, രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് രാഹുൽ, പണമെന്ന് CPM, BJP, വസ്ത്രങ്ങളെന്ന് രാഹുൽ. ദൃശ്യങ്ങൾ കൂടി പത്രം കൊടുത്തിട്ടുണ്ട്. പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് വനിതാ നേതാക്കളടക്കം തങ്ങിയ ഹോട്ടലിൽ മുറികളിൽ അർദ്ധരാത്രി പോലീസ് പരിശോധന നടത്തിയതിനു പിന്നാലെ സ്ഥലത്ത് രാഷ്ട്രീയ സംഘർഷം. കോൺഗ്രസ് കള്ളപ്പണം എത്തിച്ചെന്ന ആരോപണവുമായി പാലക്കാട്ടെ KPM ഹോട്ടലിന് പുറത്ത് BJP CPM പ്രവർത്തകർ തടിച്ചുകൂടിയതോടെയാണ് സംഘർഷമുണ്ടായത് എന്ന് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മലയാള മനോരമയിൽ ആ പത്രം കൊടുത്തിരിക്കുന്നത് പാതിരാ റെയ്ഡ്, മുഖം നഷ്ടപ്പെട്ട് പോലീസും CPM-ഉം ഷൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചിറ്റിപ്പോയി എന്നാണ്. ഹോട്ടലിലെ റെയ്ഡിൽ ഒന്നും കണ്ടെത്തിയില്ലെന്ന് കാണിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ നിൽ എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഷൂ ഒന്നുമില്ല. ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും മുറികളിൽ നിന്ന് കള്ളപ്പണം കിട്ടിയില്ലെന്ന് എഴുതി നൽകി. പരിശോധന CPM-നുള്ളിൽ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് സൂചന. പാലക്കാട്ടെ ഹോട്ടലിൽ അർദ്ധരാത്രിക്ക് ശേഷം മുറിയിൽ പരിശോധന നടത്താനെത്തിയ പോലീസിന് വസ്ത്രങ്ങളടങ്ങിയ തന്റെ പെട്ടി തുറന്നു കാണിക്കുന്ന കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ ചിത്രവും പത്രം ആദ്യ പേജിൽ പ്രസിദ്ധീകരിക്കുന്നു. ജില്ലാ സെക്രട്ടറിക്കും സരിനും രണ്ട് നിലപാടാണ് എന്നാണ് മനോരമ പത്രം പറയുന്നത്. കള്ളപ്പണം എത്തിച്ചതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. അതേസമയം ഷാഫി പറമ്പിൽ പോലീസിന് തെറ്റായ വിവരം നൽകി നാടകം കളിച്ചെന്നാണ് മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ ആരോപിച്ചത്. വിഷയത്തിൽ ഇടതുപക്ഷത്തു തന്നെ ഏകാഭിപ്രായമില്ലെന്നും ഇതോടെ വ്യക്തമായി. പോലീസും ജില്ലാ ഭരണകൂടവും നൽകുന്ന വിശദീകരണത്തിലും വൈരുദ്ധ്യമുണ്ട്. കള്ളപ്പണം കണ്ടെത്താൻ കളക്ടറുടെ നേതൃത്വത്തിൽ 57 സ്ക്വാഡുകൾ രാപകൽ പ്രവർത്തിക്കുമ്പോഴാണ് അവരെ എല്ലാം മറികടന്ന് നഗരത്തിലെ ഹോട്ടലിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ എന്നിവരുടെ മുറികളും പോലീസ് പരിശോധിച്ചതായാണ് ഇടതു നേതാക്കളുടെ വിശദീകരണം. എന്തായാലും ആ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇതിനകം തന്നെ പരിണമിച്ചിട്ടുണ്ട്. ഹിന്ദു പത്രത്തിൽ ആദ്യ പേജിൽ ഈ വാർത്ത നൽകിയിട്ടില്ല. പ്രാദേശികമായ പേജിൽ ഒരുപക്ഷേ ആ വാർത്തയുണ്ടാവും. കാര്യമായ പ്രാധാന്യം ദ ഹിന്ദു പത്രം ആ വാർത്തയ്ക്ക് നൽകിയിട്ടില്ല. എന്നാൽ ഉൾപേജിൽ ഇന്നലെ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കൊടുത്തിട്ടുണ്ട്. BJP ലാഗ്സ് ബിഹൈൻഡ് UDF ആൻഡ് LDF ഓൺ ദി ക്യാമ്പയിൻ ഫ്രണ്ട് തുടങ്ങിയ വാർത്തകളാണ് പത്രം കൊടുത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ദ ഹിന്ദു പത്രം ഈ ട്രോളി ബാഗിനും പാലക്കാട്ടെ പാതിരാ നാടകത്തിനും കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. സ്വകാര്യ ബസ്സുകൾക്ക് ഇനി ദൂരപരിധിയില്ല എന്നൊരു വാർത്ത മനോരമ പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മോട്ടോർ വാഹന സ്കീമിലെ വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. അപ്പോൾ സ്വകാര്യ വാഹന ഉടമകൾക്ക് സന്തോഷിച്ചാട്ടെ. സ്വകാര്യ ബസ്സുകൾക്ക് 140 കിലോമീറ്ററിൽ കൂടി ദൂരത്തിന് പെർമിറ്റ് അനുവദിക്കേണ്ടതില്ലെന്ന പുതിയ മോട്ടോർ വാഹന സ്കീമിലെ വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കി. സ്കീം അന്തിമമാക്കിയ നടപടിക്രമത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഇടപെടൽ. 140 കിലോമീറ്ററിലേറെ ദൂരമുള്ള റൂട്ടിൽ സേവ്ഡ് പെർമിറ്റ്, ഒറിജിനൽ സ്കീം വന്ന 2009 മുൻപുള്ള പെർമിറ്റ് ഉള്ളവർക്ക് പോലും പെർമിറ്റ് പുതുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം മാറിക്കിട്ടിയിരിക്കുന്നുവെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 140 കിലോമീറ്ററിനപ്പുറത്തും വാഹനങ്ങൾക്ക് എന്നുണ്ടാവാം. സ്വകാര്യ വാഹനങ്ങൾക്ക്, സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കാം. മാധ്യമം പത്രം ഇന്ന് ട്രാക്ക് ഉണരും എന്ന നമ്മുടെ കൊച്ചു കായിക കേരളത്തിന്റെ കുതിപ്പ് പ്രധാനപ്പെട്ട വാർത്തയെ തന്നെ ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ആദ്യ 2 ദിവസവും കരുത്ത് കാട്ടി തിരുവനന്തപുരം എന്നാണ് മാധ്യമം പറയുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്ലാമർ ഇനങ്ങളായ അത്ലറ്റിക്സിന് വ്യാഴാഴ്ച തുടക്കമാകും. മഹാരാജാസിലെ സിന്തറ്റിക് ട്രാക്കിൽ രാവിലെ 6:10 സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്റർ നടത്തത്തോടെയാണ് അത്ലറ്റിക്സ് തുടങ്ങുക. നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാവരും തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, ഈടില്ലാതെ വിദ്യാഭ്യാസ വായ്പ 10 ലക്ഷം വരെ കിട്ടും
എന്നാണ് ഡൽഹിയിൽ നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നത്. മാതൃഭൂമി പത്രത്തിലാണ്. സാമ്പത്തിക പരിമിതികൾ കാരണം രാജ്യത്തെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് അർഹരായ ദരിദ്ര ഇടത്തരം വിദ്യാർത്ഥികൾക്ക് തടസ്സമുണ്ടാവാതിരിക്കാൻ പ്രത്യേക വായ്പാ പദ്ധതിയായ PM വിദ്യാലക്ഷ്മി അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. അതൊരു നല്ല നീക്കമാണ്. 3% പലിശ ഇളവും ഉണ്ടാവും. ട്യൂഷൻ ഫീസും മറ്റു ചെലവുകളും വഹിക്കുന്നതിന് ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈടുരഹിതവും ജാമ്യരഹിതവുമായ വായ്പ നൽകുന്നതിനുള്ള പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 3% പലിശ ഇളവിൽ ദേശീയ സ്ഥാപന റാങ്കിംഗ് ചട്ടക്കൂട് അടിസ്ഥാനത്തിൽ ആദ്യ 100 റാങ്കിലുള്ള കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആദ്യ 200 റാങ്കിലുള്ള സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ പലിശ ഇളവോടെയും ജാമ്യരഹിതമായും നൽകും. 10 ലക്ഷം രൂപ വരെ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന്. പക്ഷേ അത് റാങ്കിങ്ങിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവണം. അവിടെ പ്രവേശനം കിട്ടിയിരിക്കണം. ഇടത്തരം ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവർക്കാണ് 10 ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കുക എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനിയിലുള്ളത് കടന്നൽ കുത്തേറ്റ് ഒരു അമ്മയും മകളും മരിച്ച വാർത്ത പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ സങ്കടകരമായ വാർത്തയാണ്. കോട്ടയത്ത് മുണ്ടക്കയത്താണ് സംഭവം. കടന്നൽ കുത്തേറ്റ് വയോധികയും മകളും മരിച്ചു. 2 പേർ ചികിത്സയിൽ. കടന്നൽ കുത്തേറ്റ് മരിക്കുക എന്ന് പറയുന്നത് അസാധാരണമാണ് ചിലപ്പോഴെങ്കിലും. വീട്ടിൽ 110 വയസ്സുണ്ടായിരുന്നു കേട്ടോ ആ അമ്മയ്ക്ക്. കുഞ്ഞു പെണ്ണ് എന്നാണ് ആ അമ്മയുടെ പേര്. മകൾക്ക് 82 വയസ്സുണ്ടായിരുന്നു. 110 വയസ്സുള്ള ആ അമ്മ ഒടുവിൽ കടന്നൽ കുത്തേറ്റ് മരിക്കേണ്ട വിധിയാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 110 വയസ്സുവരെ ജീവിച്ചിട്ടും കടന്നൽ കുത്തേറ്റ് മരിക്കാൻ വിധിക്കപ്പെട്ട ഒരമ്മ. വൈകിട്ട് 4ഓടെ വീടിന് സമീപത്താണ് കടന്നലിന്റെ ആക്രമണം ഉണ്ടായത്. മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇരുവരും ബുധനാഴ്ചയാണ് മരിച്ചത്. വനാതിർത്തിയോട് ചേർന്നുള്ള വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. കടന്നൽ കുത്തേറ്റ് ഉള്ള മറ്റു കൂടെ ഉണ്ടായിരുന്ന ചിലരും ചികിത്സയിലാണ്. വീടിന് സമീപം കുരുമുളക് പറിക്കുമ്പോൾ വള്ളിയിലുണ്ടായിരുന്ന കടന്നൽ കൂട് ഇളകുകയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കൃഷിയൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ കടന്നൽ കൂടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പോയി ആ കടന്നൽ കൂട്ടിൽ തട്ടിയേക്കരുത്. കുഞ്ഞുപെണ്ണ് 110 വയസ്സ്, 82 വയസ്സുള്ള മകൾ, 2 പേരും മരിച്ചത് കടന്നൽ കുത്തേറ്റാണ്. കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി വള്ളിയിൽ അവരെ അറിയാതിരുന്ന കടന്നലിൻ്റെ കൂടിളകി കുത്തി. അതാണ് സംഭവിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും പ്രത്യേകം കരുതിയിരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാ പത്രങ്ങളിലെയും ആദ്യ പേജ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു.